बसो मोरे नैनन में नंदलाला नैनन में नंदलाला मोहनी मूरत सावरी सूरत नैना बने दिशा बसो मोरे नैनन में नंदलाला. എല്ലാവർക്കും നമസ്കാരം. ഭക്തി പ്രസ്ഥാനം എന്ന വിഷയത്തിൽ ഇന്ന് ഡോക്ടർ രാജീവ് ഇരിഞ്ഞാലക്കുട അവതരിപ്പിക്കുന്ന ഭക്ത മീരാബായി 1600 ആണ്ടുകളിലാണ് രാജസ്ഥാനിൽ ജനിച്ചത്. ഭക്തമീര എന്നറിയപ്പെടുന്നു. അനേകം ഗാനങ്ങൾ കൃഷ്ണഭക്തി ഗാനങ്ങളാണ് കമ്പോസ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഭാഷകളിലും വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. എല്ലാ ഭാഷകളിലും അത് ആലപിക്കുന്നു. ഭക്തമീരയുടെ ഗാനങ്ങൾ, കവിതകൾ ഭജൻസ് എന്നറിയപ്പെടുന്നു. മീരാബായി എക്സ്റ്റാറ്റിക് പോയംസ് എന്ന പേരിൽ ഇംഗ്ലീഷിൽ റോബർട്ട് ബ്ലൈയും ജെയിംസ് ഹെർഷ്ഫീൽഡും തർജ്ജിമ ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് ഗാനങ്ങളാണ് ഭക്തമീര കമ്പോസ് ചെയ്ത് ആലപിച്ചിട്ടുള്ളത്. നമുക്ക് ഇന്ന് ഭക്തമീരയെക്കുറിച്ച് എന്താണ് രാജീവ് ഇരിഞ്ഞാലക്കുട പറയുന്നത് എന്ന് കേൾക്കാം. മീരാഭായ് പാവന പ്രേമത്തിന്റെ പരിശുദ്ധാഗ്നിയായി ഇന്നും ഭാരത ഹൃദയ വിഭജികയിൽ നിലകൊള്ളുന്നു. കോടിക്കണക്കിനാളുകളുടെ കണ്ടങ്ങളിൽ നിന്നും മീരാഭജൻ ഇന്നും അലയടിച്ചുയരുന്നു. സന്ത രാമാനന്ദജിയുടെ പ്രശിക്ഷയാണ് മീരാഭായ്. രാജസ്ഥാനിലെ ജോധ്പൂർ നഗരത്തിന്റെ സ്ഥാപകനായ ജോത്സാജി റാവുവിന്റെ വംശത്തിലാണ് മീര പിറന്നത്. അവർ വളർന്ന ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന ആദിത്യ നിവേദ്യം ഇന്നും ചമാർ ചെരുപ്പുകുത്തികളുടെ വംശത്തിൽ പിറന്നവരിൽ നിന്നുള്ളതാണ്. ഈ പാരമ്പര്യം നൂറ്റാണ്ടുകളായി അഭംഗുരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഭക്തിക്കും ജാതിക്കും തമ്മിൽ പുലബന്ധം പോലുമില്ലെന്നതിന് ഇതിലേറെ വലിയൊരു തെളിവില്ല. റാവു രത്നസിംഗ് എന്നായിരുന്നു മീരയുടെ പിതാവിന്റെ പേര്. ടാക്നിയിലെ രാജകുടുംബാംഗമായിരുന്നു മാതാവ്. മീരയ്ക്ക് 10 വയസ്സാകുമ്പോഴേക്കും മാതാപിതാക്കൾ മരിച്ചു. വിഷ്ണു ഭക്തനായ മുത്തച്ഛൻ ദൂതാ റാവുവാണ് പിന്നീട് മീരയെ വളർത്തിയത്. അങ്ങനെ മീര ബാല്യത്തിൽ തന്നെ ശ്രീകൃഷ്ണ ഭക്തയായി തീർന്നു. മീരയ്ക്ക് 13 വയസ്സുള്ളപ്പോഴാണ് മേവാറിലെ ഭോജരാജാവ് അവരെ വിവാഹം ചെയ്തത്. രാജകുടുംബത്തിലെ സുഖസൗകര്യങ്ങളൊന്നും തന്നെ മീരയെ സംതൃപ്തയാക്കിയില്ല. ഏറെ താമസിയാതെ ഭോജരാജാവ് അന്തരിച്ചു. മീരയുടെ കൃഷ്ണഭക്തിയെ ശുശുരനായ റാണ സാംഗ സംശയദൃഷ്ടിയോടെയാണ് വീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഭട്ടഗൃഹത്തിലുള്ളവർ മീരയെ തടവിലിടുക വരെ ചെയ്തിട്ടും തന്റെ ഹൃദയേശ്വരനായ കൃഷ്ണനു വേണ്ടി അവർ എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചു. ഏകാന്ത പതികയായിത്തീർന്ന മീര സാമൂഹിക വിലക്കുകളെയെല്ലാം അതിലംഘിച്ച് ചിരന്തനമായ ഭക്തികാവ്യങ്ങൾ രചിച്ചു. നിരപരാധിയും നിസ്സഹായയുമായ മീരയുടെ ക്ഷുഭിത മനസ്സ് ഭക്തിയിൽ മുങ്ങി ആനന്ദത്തിൽ മുഴുകി. ഭക്തമീരയുടെ ഭജനയും നൃത്തവും അവരുടെ ഭക്തി സാധനയുടെ ഭാഗഭാക്കായിരുന്നു. മീരയുടെ ഭക്തകുടുംബം ഒരു സാധാരണ കുടുംബമായിരുന്നില്ല. മേവാറിലെ റാണ കുടുംബം ധാർമ്മിക അന്തരീക്ഷമുള്ള കുടുംബം, ആത്മാഭിമാനികളുടെ കുടുംബം, വീരശൂര പരാക്രമികളുടെ കുടുംബം. ആ കുടുംബത്തെ കൃഷ്ണനു വേണ്ടി, ഭക്തി സാധനയ്ക്കു വേണ്ടി മീര ത്യജിച്ചു. സാധാരണ ഭക്തകളെ സംബന്ധിച്ച് ഇതിലേറെ വിചിത്രമായിട്ടുള്ളതെന്താണ്? മീര ഗൃഹം ത്യജിച്ച് ഗോപീഹൃദയചോരനായ വൃന്ദാവന കണ്ണനെ തേടിപ്പോയി. അവിടെ വെച്ചാണ് അവർ സന്ത രൈദാസിന്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നത്. ആരാണ് സന്ത രൈദാസ്? കാശി നഗരത്തിലെ ഒരു ചെരുപ്പുകുത്തിയായിരുന്നു സന്ത രൈദാസ്. സന്ത രാമാനന്ദജിയുടെ ശിഷ്യനായി തീർന്നതിനു ശേഷം അദ്ദേഹം രാമനാമ പ്രചാരകനായി. അനേകായിരങ്ങൾ രൈദാസിന്റെ ഭക്തരായി. തങ്ങൾ രൈദാസികളാണെന്ന് സ്വയം അടയാളപ്പെടുത്തുന്ന ഒരു വിഭാഗം ഇന്നും ഉത്തരേന്ത്യയിലുണ്ട്. സന്തമേം രൈദാസ് സന്തഹേ, സന്തുക്കളിൽ വെച്ച് സന്താണ് രൈദാസ്
എന്നു പറഞ്ഞ് അദ്ദേഹത്തോടുള്ള ആദരവ് കബീർ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. കാശിയിലെ രാജാവ്, ഝാലിയിലെ റാണി, മേവാറിലെ മീരാബായി തുടങ്ങിയവർ രൈദാസിനെ ഗുരുവായി സ്വീകരിച്ചവരാണ്. വൃന്ദാവനത്തിൽ വെച്ചാണ് സന്ത രൈദാസിനെ മീരാഭായ് കാണുന്നത്. ഗുരുവിനോടൊപ്പം കുറച്ചുകാലം അവർ അവിടെ താമസിച്ചു. അതിനുശേഷം ദ്വാരകയിലേക്ക് പോയി. ദ്വാരകയിൽ കഴിയുമ്പോഴാണ് മേവാറുകാർ മാത്രമല്ല, മീരയുടെ ജന്മസ്ഥലമായ മേർത്തക്കാരും അവരെ തിരിച്ചു കൊണ്ടുവരാനായി ദ്വാരകയിലേക്ക് വന്നു. അപ്പോഴേക്കും മീര പൂർണ്ണ വിരക്തയായി കഴിഞ്ഞിരുന്നു. തീർത്ഥയാത്ര ചെയ്തുകൊണ്ടാണ് മീര തന്റെ അന്ത്യനാളുകൾ കഴിച്ചുകൂട്ടിയത്. അവസാനം ശ്രീകൃഷ്ണ പരമാത്മാവിൽ വിലയം പ്രാപിച്ചുവെന്നാണ് ഭക്തജന വിശ്വാസം. രജപുത്രന്മാരുടെ നാട്ടിലെ ശക്തി സമന്വിതമായ ഭക്തിയുടെ പ്രചാരകയായി തീർന്നു പിൽക്കാലത്ത് മീരാഭായിയുടെ ഭജനകൾ. ഭക്തിയുടെ മുന്നിൽ മറ്റെല്ലാ ബലിദാനങ്ങളും നിസാരങ്ങളായി തീരുന്നു എന്ന് മീരാഭായിയുടെ ജീവചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഈശ്വരനാമം ജപിച്ച് ഭജന പാടി കീർത്തനം ചൊല്ലി അഗ്നിജാലകൾക്കുള്ളിലേക്ക് എടുത്തുചാടിയ കോമളഗാത്രികളായ ഭാരതീയ നാരിമാർക്ക് എവിടെ നിന്നും ഈ ധൈര്യം കിട്ടി? ഭക്തി മൂലമാണ് അവർക്ക് ധൈര്യം സിദ്ധിച്ചത്. സന്ത രാമാനന്ദജി ഭക്തിഭാവത്തെ സരളവും സാർവജനനീയവുമാക്കി. എങ്കിൽ രാമാനന്ദജിയുടെ പ്രശിക്ഷയായ മീര ഭക്തിയെ സ്ത്രീകളുടെ ധൈര്യത്തിന്റെ ഉറവിടമാക്കി തീർത്തു. അങ്ങനെ രാമാനന്ദജിയും മീരയും ഭക്തിയുടെ വാതായനങ്ങൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തു. സന്ത രാമാനന്ദജിയും മീരാഭായിയും അവരുടെ സമകാലീനരായ മഹാത്മാക്കളും കൂടി ഭക്തിയോഗ ജ്ഞാന സമന്വിതമായൊരു പുതിയ പന്ഥാവിന് രൂപം കൊടുത്തു. പിൽക്കാലത്ത് സന്ത പരമ്പര എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ നവസംവിധാനം സനാതനധർമ്മത്തിൽ കാലാകാലങ്ങളായി കടന്നുകൂടിയിട്ടുള്ള സാമൂഹിക തിന്മകളെ നിർമാർജനം ചെയ്യാനുള്ള ധാർമ്മിക ദൗത്യം ഏറ്റെടുത്തു. ഭാരത ചരിത്രത്തിൽ ഭക്തി പ്രസ്ഥാനം എന്ന പേരിൽ ഇതറിയപ്പെട്ടു. ഭാരതത്തിന്റെ ആത്മാവായ സനാതനധർമ്മം നേരിട്ടുകൊണ്ടിരുന്ന ആന്തരികവും ബാഹ്യവുമായ വെല്ലുവിളികളെ അതിജീവിക്കുക എന്ന ദൗത്യം ഭക്തി പ്രസ്ഥാനമാണ് ഏറ്റെടുത്തത്.